വ്യാസനും വാൽമീകിയും ഒരുപോലെ നിരീക്ഷിച്ചിട്ടുള്ള കാര്യം, രാമൻ്റെ യശസ്സിന് ബാലിവധം കളങ്കമാണ് എന്ന് മഹാഭാരതത്തിൽ വ്യാസനും ഉത്തര രാമായണത്തിൽ ഭവഭൂതിയും ഒരുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ബാലി തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഞാൻ ധർമ്മമനുസരിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അനുജനെ പുറത്താക്കി എന്നാണ് വാദം എന്നുണ്ടെങ്കിൽ അത് പ്രതിജ്ഞ ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി മൂന്നാമത് പറയുന്നത്, ഒരു മൃഗം എന്ന നിലയ്ക്ക് എന്നെ കൊന്നതാണെങ്കിൽ ശാഖാമൃഗമാണ് ഞാൻ, ആ മാംസം ഭക്ഷ്യയോഗ്യമല്ല, പിന്നെ അങ്ങ് എന്തിനു കൊന്നു എന്നാണ്. ആ ചോദ്യം ബാലി തന്നെ ചോദിക്കുന്നുണ്ട്. അതിനാകെ പറയുന്നൊരു കാര്യം, ഞാൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി കോദണ്ഡരാമനായി ഇറങ്ങിയതാണ് എന്നുള്ളതാണ്. അക്കാര്യം പറയുമ്പോൾ ദണ്ഡകാരണ്യത്തിലേക്ക് രാമലക്ഷ്മണന്മാരും സീതയും പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ സീത രാമനെ ഉപദേശിക്കുന്നുണ്ട്, അങ്ങ് ഈ ആയുധമെടുത്ത് ദണ്ഡകാരുണ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങ് അതിക്രിയ ചെയ്യാൻ ഇടയുണ്ട്, അതുകൊണ്ട് ആയുധം എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര വളരെ ദീർഘദൃഷ്ടിയോട് കൂടിയാണ് സീത അത് പറയുന്നത്. ഇനി അധർമ്മമാണ് ബാലി ചെയ്തത്, കാരണം അത് പറയുന്ന ഒറ്റ ന്യായമുള്ളൂ. ആ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ്റെ ഭാര്യയെ പ്രാപിച്ചു എന്നുള്ളതാണ്. അനിയൻ്റെ ഭാര്യയെ പ്രാപിച്ചത് ശരിയാണെന്നുണ്ടെങ്കിൽ, തെറ്റാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയെ പ്രാപിച്ചതും തെറ്റാണ്. ഇത് തെറ്റാണെന്നും വൃത്തികെട്ടവനാണെന്നും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ബാലിയുടെ അനുജൻ എന്നുള്ള കാര്യം ബാലിയുടെ മകൻ സീതാന്വേഷണത്തിന് വേണ്ടി പോയി ഈ വഴി കാണാൻ കഴിയാതെ ആ കടലോരത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് ന്യായവും അന്യായവും വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ധർമ്മത്തെക്കുറിച്ച് മാത്രം എപ്പോഴും ആലോചിക്കുകയും ധർമ്മത്തിൻ്റെ ഗതിവിഗതികളെ ഏറ്റവും സൂക്ഷ്മമായി അവതരിപ്പിക്കുകയും ചെയ്ത രണ്ട് ഇതിഹാസകാരന്മാരും ഈ ബാലിവധം രാമൻ്റെ സ്വഭാവത്തിന് യശസ്സിന് ഗ്ലാനി വരുത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്.